ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ചെന്നൈയിലാണുള്ളത്. സ്റ്റോറി മോഡായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ KSRTC സ്വിഫ്റ്റിൻ്റെ ഗരുഡ ബസ്സിലാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് നേരെ സേലത്തേക്കാണ് ഇന്ന് ഫസ്റ്റ് ട്രിപ്പ്. അവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകണം. പക്ഷെ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇത് മാത്രമാണ്, ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കെന്തായാലും ബസ് അങ്ങോട്ട് എടുക്കാം. നല്ല BS6 വണ്ടിയാണ്, നല്ല അടിപൊളി സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കി ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പ് വരുന്നതെന്ന് വെച്ചാൽ ചിന്നസേലം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്ന് നല്ല ഇതാക്കാണ്. ഓക്കെ, പിടിച്ചേൻ. ഓക്കെ, മാക്സിമം വണ്ടി ഇടിക്കാണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഈ പാലം കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നേരെയാണ് പോകേണ്ടത്. ഇച്ചിരി സ്പീഡ് കേടി വരുന്നുണ്ടല്ലേ, കുറച്ച് സ്പീഡ് പോകണം. നമുക്കങ്ങ് എത്തുമ്പോഴത്തേക്ക് സമയം കുറേ ആവും. അധികം ലെങ്ത്ത് കൂട്ടാണ്ടിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. KSRTC സ്വിഫ്റ്റ് അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ഭാരത് ബെൻസിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഗജരാജ. അത് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ട്രിപ്പായിട്ട് ഞാൻ വരാം. ഇപ്പം നമ്മൾ ഗരുഡ എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സിഗ്നലാണ്. ഓക്കെ, ഇതിൽ വേറൊരു ക്യാമറ ആംഗിളിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് കാണാനല്ല, ഡാഷ്ബോർഡ് മേലുണ്ട്. നമ്മളെ വണ്ടിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, ഡാഷ്ബോർഡ് മേലെ മാപ്പിൻ്റെ തൊട്ട് മുകളിൽ കാണാം. അത് ഒരു നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ചെന്നൈ സേലം എന്ന് ഇട്ടത്, ബാക്കി കോഴിക്കോടേക്ക് ബാക്കി ട്രിപ്പുണ്ട്. പക്ഷെ അത് ഇപ്പോഴേ ആ വീഡിയോ വരാൻ ഡിലേ ആകും. അതുകൊണ്ടാണ് ചെന്നൈ ടു സേലം ഇട്ടത്. ഓക്കെ, ഇതെന്തോന്നടേ, നമ്മളൊരു ചുരം ടൈപ്പ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചുരമൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പോകണം. അപ്പോൾ എന്തായാലും സ്പീഡിൽ തന്നെ പോകണം. നമ്മൾ വലിയ കുറക്കലോ അങ്ങനെ ഇതാക്കലൊന്നുമില്ല, ചൊരാന്ന് വെച്ചിട്ട്. ഓക്കെ, ഓവർടേക്കിംഗ്. പിന്നെ എൻ്റെ ചാനലിൽ കുറേ ബസ് മിലിറ്ററിൻ്റെ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണാത്തവർ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യുക, ഇട്ടൊന്ന് കാണുക. ഓക്കെ, ഇനി KSRTC ഓർഡിനറിയും വരണം, KSRTC സ്വിഫ്റ്റിൻ്റെ ഗജരാജയും വരണം അല്ലേ. നിങ്ങളെന്നെ കമൻറ്റ് ചെയ്യുക ഏതാ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഇപ്പോഴൊന്നും വീഡിയോ ഉണ്ടാവില്ല, കാരണം കുറച്ച് തിരക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മാസം കൊണ്ട് അടുത്ത വീഡിയോ വരും. ഓക്കെ, ഷോർട്ട് ഞാനിടും. ഷോർട്സ് ഈ ഇടുന്ന വീഡിയോൻ്റെയൊക്കെ ഷോർട്ടായിട്ട് ഞാനിടും. ഓക്കെ, അതുമാത്രമേ ഉണ്ടാവും. ഓക്കെ, ഒരു വലിയൊരു പാലം. ഓക്കെ, ഓക്കെ, അത് നമ്മൾ നല്ല പ്രൊഫഷണലായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതാണ്, അത് നമ്മൾ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്തു. അടുത്ത വളവ്
ഓ ഇത് എസ് വളവാണ്. എസ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നങ്ങോട്ട് പോയി ഒന്നിങ്ങോട്ടേക്ക് പോയി. ഓക്കെ, ഇവിടുന്ന് താഴോട്ടേക്ക് ചെറിയൊരു ഇറക്കമുണ്ട്. ഓക്കെ, ഇനിയൊരു പാലാണ്. ഇവിടുന്നൊരു കയറ്റം. അടിച്ചിട്ടില്ല. എൻ്റെ പള്ളി, ബ്രേക്ക് കിട്ടിയ ഭാഗ്യം. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞാൽ ചിന്നസേലം ഒന്ന് കയറണം. അവിടെ കയറിയിട്ട് വേണം സേലത്തേക്ക് പോകാൻ. ചിന്നസേലത്തിൽ നിന്ന് കുറച്ച് പോയാലാണ് സേലത്തേക്ക് എത്തുക. അതുകൊണ്ട് സേലം കഴിഞ്ഞാൽ നേരെ കോഴിക്കോട് വഴി. സേലം കഴിഞ്ഞാൽ കോഴിക്കോടല്ല, സേലം കഴിഞ്ഞാൽ കോയമ്പത്തൂർ, പാലക്കാട്, അതായത് പെരിന്തൽമണ്ണ, മലപ്പുറം, കൊണ്ടോട്ടി, കോഴിക്കോട്. ഈ റൂട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ കുറേ പാർട്ട് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കുറച്ച് ഡിലേ ആയിരിക്കും. ഓക്കെ. ഓ, പ്രൊഫഷണലിസം. ഓക്കെ, അവനെ ജസ്റ്റ് ഓവർടേക്കഡ്. ഒരു കണ്ടെയ്നർ, ഇത് കിട്ടത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്കൊന്ന് അരഞ്ഞു, അത്രയേ ഉള്ളൂ. ഇച്ചിരി പെയിൻറ്റ് പോയിട്ടുണ്ടാവും. നമ്മളെ വണ്ടിയല്ലല്ലോ, സർക്കാരിൻ്റെ വണ്ടിയല്ലേ. പഴയ ഓർഡിനറി KSRTC എങ്ങനെ ഇരിക്കും നമ്മുടെ നാട്ടിലോട്ട് വരുന്നൊക്കെ. പിന്നെയല്ലേ ഈ സ്വിഫ്റ്റ്. കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു നല്ല അടിപൊളി വളവ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ചിന്നസേലം അടുക്കാറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് റൈറ്റാണ്. റൈറ്റിലേക്ക് പോയാൽ ചിന്നസേലം എത്തും. റൈറ്റിലേക്ക് പോയിട്ട് കുറച്ചങ്ങോട്ട് പോകണം. ഓക്കെ, ഇതാ ഓക്കെ, ഈ സൈഡിൽ കയറണം. ഇവിടുന്ന് റൈറ്റിൽ. ഓക്കെ, അങ്ങനെ ചിന്നസേലം എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇറങ്ങാനുള്ള ഇറങ്ങിക്കോളി. ഓ, എന്താ പ്രൈവറ്റ് ബസ് വിളിച്ചറിയാം അല്ലേ. ഓക്കെ, KSRTC അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ അധികം ഡിലേ ആക്കുന്നില്ല. നമുക്ക് എന്തായാലും എടുത്താളിയാം. ഇവിടുന്ന് നേരെ ലെഫ്റ്റ്. ഓ, സൈഡ് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അത്യാവശ്യം സ്പീഡ് കിട്ടുന്നുണ്ട് ഇതിൽ. നല്ല പെട്ടച്ചങ്ങ് പോവാം. എൻ്റെ സ്പീഡിലങ്ങ് എത്തുകയും ചെയ്യും. ഒരു ചെറിയ പാലാണ്. ഓ, ഞാൻ വിചാരിച്ച അവൻ അങ്ങോട്ടേക്ക് കയറും. അതാണ് ഞാനവിടെ ബ്രേക്ക് ഇട്ടത്. ഓക്കെ, ഇനി അടുത്ത ലെഫ്റ്റാണ്. ലെഫ്റ്റ്. എത്ര സുഖമായിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് സ്പീഡിലങ്ങ് പോകുന്നത്. നമ്മളെ മുമ്പ് ഇങ്ങനെ.
ഓക്കെ, ജസ്റ്റ് ഒരു ഓവർടേക്കിങ്. ഇവിടുന്ന് നേരെ റൈറ്റാണ്. ഓക്കെ, ഒരു അടിപൊളി വളവുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വളവിലൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന പാടാണ്. അവന് ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും സേലം ടൗണിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നേരെ സ്റ്റാൻഡിലോട്ട് പോകണം. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഓ വളയുന്നില്ല, ഇത് എന്തൊരു ഇത്. ഓക്കെ, ഒരു എസ് പോലത്തെ വളവാണ്, എസ് തിരിച്ചിട്ട വളവ്. ഓക്കെ, ഒരു കണ്ടെയ്നർ വന്നു, ഓവർടേക്കിങ് പാളി. ഇവിടുന്ന് റൈറ്റാണ്. ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലെത്തും. കുറച്ചങ്ങോട്ട് പോയാൽ ജംഗ്ഷനിൽ ലെഫ്റ്റ്, എന്നിട്ട് നേരെ സ്റ്റാൻഡിലോട്ട്. ഓക്കെ, ഈ ജംഗ്ഷൻ നേരെ സ്റ്റാൻഡിലോട്ട്, നേരെ പോയി ലെഫ്റ്റ് അടിച്ച സ്റ്റാൻഡ്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബായ്.